പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. ഷിരൂർ ദൗത്യം പുനരാരംഭിക്കുന്നതിനായി ഡ്രഡ്ജർ കാർവാറിലെത്തിച്ചു. ഡ്രഡ്ജറുമായി നാവികസേന ഇന്ന് ഷിരൂരിലേക്ക് തിരിക്കും. കാർവാറിൽ നടന്ന അവലോകന യോഗത്തിൽ നാവികസേന ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. അരുൺ പൂപ്പറമ്പ ഷിരൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ വച്ചിരുന്നു. അരുൺ, നമ്മുടെ പ്രിയപ്പെട്ട അർജുനെ കാണാതായിട്ട് ദിവസങ്ങൾ പലതായി, അത് മാസങ്ങളാകുന്നു. ഇനിയിപ്പോൾ എന്താണ് അവിടുത്തെ വെള്ളത്തിനടിയിലെ അവസ്ഥ എന്നൊന്നും അറിയില്ല. എങ്കിൽ കൂടിയും ഡ്രഡ്ജർ ഇറക്കാൻ പറ്റിയ കാലാവസ്ഥ ഇപ്പോൾ ഓക്കെയാണോ അരുൺ? ആഷ്മി, എന്തായാലും കാലാവസ്ഥ അനുകൂലമാണ്. ആ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിന് കാലാവസ്ഥ നിലവിൽ പ്രതികൂലമല്ല എന്നതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് കാർവാർ തുറമുഖത്താണ്, കാർവാർ പോർട്ടിലാണ്. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിൽ ആ ഡ്രഡ്ജർ കാണാം. നിലവിൽ ഈ കരയോട് അടുപ്പിച്ചിട്ടാണുള്ളത്, പോർട്ടിലാണ് നിലവിൽ ഇപ്പോൾ അതുള്ളത്. എന്തായാലും ഇന്ന് തന്നെ ആ ഷിരൂരിലേക്ക് ഇത് തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ജില്ലാ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ മേൽനോട്ടം നാവികസേനയായിരിക്കും വഹിക്കുക എന്നതാണ് നമുക്ക് ഒടുവിലായി ലഭിക്കുന്ന വിവരം. നാവികസേനയുടെ ഉദ്യോഗസ്ഥർ ഈ കളക്ടറേറ്റിൽ നടന്ന അവലോകന യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിൽ ഇനിയുള്ള നടപടിക്രമം, ഇനിയുള്ള പരിശോധന എന്നുള്ളത് 2 പാലങ്ങൾ കടന്ന് വേണം ഇത് ഗംഗാവലി, അതായത് ഷിരൂരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അഴിമുഖം കടന്ന് 2 പാലങ്ങൾ കടന്ന് വേണം ഗംഗാവലി പുഴ, അതായത് ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ആ 2 പാലങ്ങളും വേലിയിറക്ക സമയത്ത് മാത്രമേ അത് കൊണ്ടുപോകാൻ കഴിയൂ എന്നതാണ് പറയുന്നത്. അപ്പോൾ ആ വേലിയിറക്ക സമയത്ത് ഈ പാലങ്ങൾ കടന്നു പോകും. അതിനുശേഷം ഈ വാട്ടർ ലോ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് വേലിയേറ്റ സമയത്ത് കടന്നു പോകേണ്ട ചില സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിലൂടെ വേലിയേറ്റ സമയത്തായിരിക്കും കടന്നു പോകുക. അങ്ങനെ കൂടുതൽ വളരെ ജാഗ്രതയോടെ, വളരെ പതിയായിരിക്കും ഇത് ഷിരൂരിലേക്ക് കൊണ്ടുപോകുക. കടൽ മാർഗം കൊണ്ടുവന്നത് അതിനേക്കാൾ പതിയായിരിക്കും ഇത് ഷിരൂരിലേക്ക് കൊണ്ടുപോകുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഒരു 6 മണിക്കൂർ മുതൽ ഒരു 9 മണിക്കൂർ വരെയൊക്കെ എടുക്കും എന്നതാണ് ഇതിൻ്റെ സാങ്കേതികമായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇത് പോർട്ടിലുണ്ട്. ഇന്ന് തന്നെ ഷിരൂരിലേക്ക് തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. എന്തായാലും തെരച്ചിൽ നാളെ പുനരാരംഭിക്കുക എന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. നാളെ തന്നെ പുനരാരംഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് തന്നെ ഇത് അങ്ങോട്ട് മൂവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനം എടുത്തിട്ടത്. ഇനി വൈകാൻ, ഡ്രഡ്ജർ എത്തിച്ചതിന് ശേഷവും ഇനി വൈകുന്നതിന് വേണ്ടി സാധിക്കില്ല എന്ന തരത്തിലുള്ള ഒരു വിലയിരുത്തലുണ്ട്. നിലവിൽ കാലാവസ്ഥ അനുകൂലമാണ്. പുഴയിലെ അടിയൊഴുക്ക് 3 നോട്ട്സിൽ കുറവാണ്. നാവികസേന ഉച്ചയ്ക്ക് ശേഷം വീണ്ടും അടിയൊഴുക്ക് പരിശോധിക്കുകയും ചെയ്യും. അരുൺ പൂപ്പറമ്പയാണ് കാർവാർ തുറമുഖത്ത് അതിന്റെ വിവരങ്ങൾ നൽകിയത്. പ്രേക്ഷകർ കണ്ടത് ഈ പറഞ്ഞ ഡ്രഡ്ജറിന്റെയാണ്. അത് വലിയ പ്രതീക്ഷ എന്തായാലും നൽകുന്നുണ്ട്. ദിവസങ്ങളും മാസങ്ങളൊക്കെ ഇത്ര ആയെങ്കിലും.